ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈമൂൺസ് കിച്ചൺ. അപ്പം ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. ഒരു ദിവസത്തെ ഫുൾ കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഒരു ലേസി ഡേ എന്ന് തന്നെ പറയാം. വല്ലാത്തൊരു മടി പിടിച്ച ദിവസം തന്നെയാണ്. നല്ല മഴയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും കിച്ചണിൽ ഇറങ്ങാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് തലേന്ന് ദിവസത്തെ ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങളാണ്. നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ വരട്ടിയതുമാണ് അന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാനെന്ത് ചെയ്തു, ഇതുപോലെ ദം ചെയ്തിട്ട് ഒരു ബിരിയാണിയുടെ സ്റ്റൈല് അങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് ബിരിയാണി എന്നുള്ളത് ഇങ്ങനെ ഇടക്കിടക്ക് മൈൻഡിൽ വരും. നല്ലൊരു ബിരിയാണി പുറത്തുനിന്നൊക്കെ കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അസ്വസ്ഥത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാനത് ചെറിയൊരു കാസറോളിലാണ് ദം ചെയ്യുന്നത്. കുറച്ച് ചിക്കൻ വരട്ടിയത് പീസോട് കൂടിയിട്ട് അങ്ങനെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ബിരിയാണി എങ്ങനെയാണോ ദം ചെയ്യുന്നത് അതുപോലെ തന്നെ കാസറോൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പം ചിക്കൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പൊരിച്ച ഉള്ളിയൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്ച്ചോറ് ഇങ്ങനെ മുകളിൽ വെച്ച് ലെയറാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പൊരിച്ച ഉള്ളിയൊക്കെ വെച്ചിട്ട് ഇനി അടച്ചു വെക്കും. ഇതാണ് ദമ്മിങ്. എന്താ പറയുക, ഒരു മടി പിടിച്ച ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ചിക്കൻ വരട്ടിയതൊക്കെ ആയപ്പം ഇങ്ങനെ ഒന്ന് കഴിക്കാനൊരാഗ്രഹം. ചിക്കൻ വരട്ടിയ ബിരിയാണി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനൊരു പേരൊക്കെ ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറച്ചൊരു കച്ചമ്പറും ഈ ഒരു ചിക്കൻ വരട്ടിയതും അതിൻ്റെ കൂടെ ദം ചെയ്തിട്ടുള്ള നെയ്ച്ചോറൊക്കെ ആകുമ്പം സൂപ്പറായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഇപ്പം നല്ല മഴയൊക്കെയാണ്. അപ്പം തലേന്ന് ഇങ്ങനെ കുതിർത്ത് വെച്ച കുറച്ച് കടല ഉണ്ട്. ശരിക്കും ഇത് ഉച്ചക്ക് കൂട്ടുകറി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടുകറി അങ്ങനെ ഉണ്ടാക്കാം, രസമൊക്കെ ഉണ്ടാക്കാം, അങ്ങനെ ചോറൊക്കെ ആക്കാം എന്നൊക്കെ തലേന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കടല കുതിർത്ത് വെച്ചത്. അപ്പോൾ അത് പിന്നെ രാവിലെ ആയപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലാനിങ് ഒക്കെ അങ്ങ് മാറി. അത് പിന്നെ രാവിലത്തെ നാസ്തക്ക് വേണ്ടിയിട്ട് എടുക്കുക, കടലക്കറിയും പുട്ടും ആക്കാം എന്നുള്ളൊരു ഇതിലായി. അങ്ങനെ പിന്നെ കടല ഞാനിത് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കടലക്കറിയാണ്. നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കാറെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതാണ് ഏറ്റവും എളുപ്പത്തിലുള്ളൊരു കടലക്കറി എന്ന് പറയാം. അപ്പോൾ ഞാനിപ്പം കടല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മുങ്ങുന്നതിൻ്റെ കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. കടല മാത്രം ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെ ഒരു ഗ്രേവി മസാല ഉണ്ടാക്കി മിക്സാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം ഒന്ന് തിളച്ച് വന്നപ്പം കുക്കറിൻ്റെ മൂടി അടച്ച് വിസിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 4-5 വിസിൽ വേണം ഈ ഒരു കുക്കറൊന്ന് വെന്ത് വരാൻ, ഈ ഒരു കുക്കറിലൊന്ന് വെന്ത് വരാൻ. അപ്പം ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് പുട്ടിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കണം. പുട്ട് ഞാൻ ഇതിന് മുമ്പ് നമ്മളിവിടെ ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ ആ ഒരു സ്റ്റൈല് കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ഞാൻ സാധാരണ പത്തിരിപ്പൊടിയാണ് എടുക്കാറ്. പുഴുങ്ങലരിൻ്റെ പൊടിയാണ് ഇവിടെ പൊടിച്ചു വെക്കുന്ന ആ ഒരു പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1.5 കപ്പ് പുട്ടുപൊടിക്ക് ഞാനൊരു 3/4 കപ്പോളം ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം തേങ്ങയും 2 ടീസ്പൂണോളം റവയും കൂടെ ചേർത്ത് കൊടുക്കണം. റവ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാടങ്ങ് കുറേ സമയം ഇട്ട് പൾസ് ചെയ്യരുത്. അപ്പോൾ അത് കുഴഞ്ഞ പോലെ ആയി പോകും. ജസ്റ്റ് ഇങ്ങനെ നിർത്തി പൾസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ചോറൊക്കെ ഒന്ന് മിക്സ് ആവുന്നതിന്, ഒന്ന് അടിഞ്ഞ് വരുന്നതിന് കണക്കായിട്ട് പൾസ് ചെയ്ത് കൊടുക്കാം. പിന്നെ സാധാരണ നമ്മൾ പുട്ടിന് എങ്ങനെയാണോ നനച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി നനച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ പുട്ടുപൊടി റെഡിയാക്കി എടുക്കാറ്. പുട്ടുപൊടി സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാറ് കുറവാണ്. പുട്ടിൻ്റെ പൊടി എന്ന് പറഞ്ഞിട്ടും പൊടിപ്പിക്കാറ് കുറവാണ്. ഇങ്ങനെയുള്ള പത്തിരിപ്പൊടി കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പുട്ടുണ്ടാക്കാറ്. അങ്ങനെ പുട്ടുപൊടി ഇപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. അപ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് അരിയിൽ പിടിച്ച് നിൽക്കണം. അപ്പോഴേക്കും ഇതാ കടല നന്നായിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിന് നമുക്ക് വേറൊരു ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ ഇതിലുള്ള വെള്ളം വറ്റിക്കുകയൊന്നും ചെയ്യണമെന്നില്ല, ഊറ്റിയെടുത്ത് കളയണമെന്നൊന്നുമില്ല. ഈ ഒരു വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കടലക്കറീൻ്റെ ആ ഒരു ടേസ്റ്റ്. കടലൻ്റെ സത്തൊക്കെ ഇറങ്ങിയതല്ല, അപ്പോൾ അത് കളയണ്ട. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാം. അത് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരച്ചിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ചൊരു പാനിലേക്ക് ഓയിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഞാനിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു അരമുറിയോളം ഉള്ളി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളീൻ്റെ അരമുറിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ എണ്ണയിൽ ആ ഒരു സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം, അത്രയേ ഉള്ളൂ. ഒരുപാടങ്ങ് കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായാൽ മതി. പിന്നെ ഇതിലേക്കൊരു 4-5 വെളുത്തുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം. കടലയല്ലേ, അപ്പോൾ എന്തായാലും ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി നല്ലതാണ്, അതങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഞാനൊരു ചെറിയൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കിയെടുക്കാം. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. പിന്നെ ഇത് നമ്മളൊന്ന് അരച്ചിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് കടലയിൽ മിക്സാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും വഴന്ന് കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ സൈഡിലേക്കൊന്ന് നീക്കിയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറേയൊന്നും തേങ്ങ വേണ്ട. നമ്മുടെ ആ ഒരു കടലക്ക് ഒരു ഗ്രേവി എത്ര വേണോ അതിന് കണക്കായിട്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടൂ. ആ ഒരു ടേസ്റ്റും കിട്ടണം, വറുത്തെടുത്ത തേങ്ങൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു പിടിയോളം തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. ഒരു കൈപ്പിടിയിൽ തേങ്ങ എടുക്കുക, അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് ആ നെയ്യിൽ ആദ്യം ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഇട്ട് മിക്സാക്കി എടുത്താൽ മതി. തേങ്ങ ഒക്കെ നന്നായി വറുത്തിട്ട് ഇപ്പം കളർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരണം, അതുവരെ ഒന്ന് ആ നെയ്യിലിട്ട് നന്നായി ഒന്നങ്ങ് മൂപ്പിച്ച് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ അരക്കുമ്പം ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. തേങ്ങയും കൂടെ ഉള്ളതുകൊണ്ട് തേങ്ങ ഒന്ന് അരഞ്ഞ് കിട്ടാനുള്ള കണക്കിന് അരച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പം കടുതൂഞ്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാകുമ്പോൾ ആ ഒരു നാടൻ ടേസ്റ്റും കിട്ടും. ഓയിൽ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ട് നന്നായിട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം മാത്രം അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. നന്നായി ഈ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ മൂത്ത് പൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. മിക്സിയിലൊരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം ഒന്ന് അവിടെ കുലുക്കി വെച്ചേക്കാം, ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പേസ്റ്റ് ആ നെയ്യിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റായി വരണം. നെയ്യിൽ കിടന്നിട്ട് ആ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഇതൊക്കെ വെന്ത് വന്ന സാധനങ്ങൾ അരച്ചെടുത്ത പേസ്റ്റാണ്. എന്നാലും ആ നെയ്യിൽ കിടന്നിട്ട് ഇതൊക്കെ ഒന്ന് റോസ്റ്റായി വരുമ്പം നല്ലൊരു മണമൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ചും തേങ്ങയും ചേർത്തതാണല്ലോ, അപ്പം നല്ല മണമൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമ്മൾ വേവിച്ചിട്ടുള്ള കടലയും കൂടെ ചേർത്തിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മിക്സി കഴുകി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് തിളക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവി അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കടല ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. ഇനിയിപ്പോൾ അതവിടെ തിളച്ച് വരുന്ന സമയത്തേക്ക് ഞാനിപ്പം പുട്ട് റെഡിയാക്കി എടുക്കുകയാണ്. വലിയ പുട്ടിൻ്റെ കുറ്റിയൊക്കെ ഉണ്ട്. ഞാനിപ്പം ചെറിയ ഓരോന്നായിട്ട് അതാവുമ്പം അളവും കണക്കും നമുക്ക് മനസ്സിലാവും. ഓരോന്ന് മതിയാവും ഒരാൾക്ക് എന്നുള്ള കണക്കിനാണ് ഞാൻ ഈ ഒരു പുട്ടിൻ്റെ കുറ്റിയിൽ ചുട്ടെടുക്കുന്നത്. അപ്പം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അരിമാവ് വെച്ച് കൊടുത്തിട്ട് പുട്ടുപൊടി വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടെ തേങ്ങ മുകളിൽ അങ്ങനെ വെച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ട് കുക്കറിലാണ് ഇതിട്ട് വേവിക്കുന്നത്. മാക്സിമം ഒരു 8 മിനിറ്റൊക്കെ മതിയാവുള്ളൂ, നമ്മുടെ പുട്ട് റെഡിയാവും. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ പുട്ട് മേക്കർ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കടല കണ്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിലേക്ക് കടു തൂങ്ങിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊക്കെ ഇട്ട് അങ്ങനെ മൂപ്പിച്ചെടുത്താലും ടേസ്റ്റാണ്, കൂടുതലായിരിക്കും ടേസ്റ്റ്. കാരണം നമ്മൾ ആ കടല കടിക്കുമ്പം ഈ മൊരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടെ കടിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് അടിപൊളിയായിരിക്കും.
കടല വേണമെങ്കിൽ ഉടച്ചു കൊടുത്താൽ മതി, അല്ലാണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള കറിയാണ്, നല്ല ടേസ്റ്റ്. കടല വേവിച്ചപ്പോഴുള്ള ആ വെള്ളമൊക്കെ ചേർന്നത് കൊണ്ട് തന്നെ കടലക്കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അടച്ച് വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ആവിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ പുട്ട് ബാക്കിയുള്ളതും ചുട്ടെടുക്കണം, വേവിച്ചെടുക്കണം. എന്താ ശരിക്കും പറയാം, പുട്ട് വേവിക്കാന്നോ പുട്ട് ചുട്ടെടുക്കുകയെന്നോ? നിങ്ങൾ കമൻറ്റ് ചെയ്യും. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള പുട്ടാണ് ഇത്. കുറേ സമയമായാലും ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ നാസ്ത കഴിക്കാൻ പോവാണ്. പുട്ടും കുറച്ച് കടലക്കറിയും, നല്ല വന്നിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറിയാണ്. നിങ്ങൾ ഇങ്ങനെയാണോ കടലക്കറി ഉണ്ടാക്കാറ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഇവിടെ ഇടയ്ക്ക് ഇതേപോലെ ഉണ്ടാക്കും, ഇടയ്ക്ക് എല്ലാം കൂടെ വേവിച്ച് കടലയിൽ ലാസ്റ്റ് കടുതൂച്ചിടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നാസ്തൻ്റെ വിശേഷങ്ങൾ. പിന്നെ നാസ്തയൊക്കെ കഴിഞ്ഞപ്പം ഫ്രിഡ്ജിൽ കുറച്ച് അരി അരച്ച് വെച്ചതുണ്ടായിരുന്നു. പുഴുങ്ങലരിയും പച്ചരിയും മിക്സാക്കി അരച്ച് വെച്ചതാണ്, പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമ്മുടെ വാട്ടിപ്പത്തലിനൊക്കെ എടുക്കുന്ന പോലെ. അതെന്തായാലും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് കറണ്ട് പോയാലൊക്കെ കേടായി പോകണ്ടെന്ന് വെച്ച് പെട്ടെന്ന് തന്നെ അത് വാട്ടിയെടുക്കുകയാണ്. രാത്രിക്കേക്ക് വാട്ടിപ്പത്തലോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് കക്ക റൊട്ടിയൊക്കെ ഉണ്ടാക്കും. ഇതിങ്ങനെ അരച്ചിട്ട് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. കാരണം വാട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് മുകൾ ഭാഗമൊക്കെ ആറിപ്പോവും, പിന്നെ അത് കുഴച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അരച്ചിട്ട് അതേപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ അരച്ചിട്ട് വാട്ടാണ്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അരക്കുക. എന്നിട്ട് പിന്നെ വേണ്ടുന്ന സമയത്തെടുത്ത് വാട്ടിയാലും മതി. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. ഇതിപ്പം മാവ് നോക്കുമ്പം കൂടുതലുണ്ട്. അപ്പോൾ അതെന്തായാലും 2 ബാച്ചായിട്ട് ഒന്ന് കുറച്ച് കക്കറൊട്ടിക്ക് വേണ്ടിയിട്ട് ഉരുട്ടി വേവിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് തൂങ്ങിച്ചെടുക്കാമല്ലോ. ബാക്കിയുള്ളത് ഇന്ന് രാത്രി വാട്ടിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാട്ടിപ്പത്തിലിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിയിപ്പം അടച്ച് വെച്ചിട്ട് രാത്രി കേക്ക് വൈകുന്നേരം ആകുമ്പോൾ ചുട്ടെടുത്താൽ മതി. അങ്ങനെ പിന്നെ ചോറിൻ്റെ സമയമായപ്പോഴേക്കും പിന്നെ ചോറ് വെക്കാൻ കറിയാക്കാൻ ഇതൊക്കെ ഒരു മടി പിടിച്ച പോലെ. അപ്പം വിചാരിച്ചു കുറച്ച് കപ്പ ഉണ്ടായിരുന്നു, അപ്പോൾ കപ്പ വേവിച്ച് വെച്ചതുണ്ട്. അത് നല്ലൊരു ചിക്കൻ ഇട്ടിട്ട് കപ്പ ബിരിയാണി പോലെ ആക്കിയിട്ട് അങ്ങനെ തിന്നാം. കാരണം പുട്ടെന്തായാലും ഒരു ചോറിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ വയറിൽ ഫില്ലായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ കപ്പ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കപ്പ ബിരിയാണീൻ്റെതൊക്കെ. അപ്പോൾ ആ ഒരു ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ബീഫോ ചിക്കനോ ചെമ്മീനോ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കപ്പ ബിരിയാണി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു നോർമൽ, അങ്ങനെ ഭയങ്കര വെറൈറ്റിയോ അല്ലെങ്കിൽ ഭയങ്കര സ്പെഷ്യലോ ഒന്നും അല്ല. നമുക്ക് തൽക്കാലം ഒന്ന് എന്താ പറയുക, മടി പിടിച്ച ദിവസങ്ങളിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം. പിന്നെ പൊതുവേ തന്നെ രാവിലെ പുട്ടാക്കിയാൽ ചോറ് തിന്നാനൊക്കെ ഭയങ്കര ലേറ്റ് ആയിരിക്കും. കാരണം എന്തായാലും പുട്ട് ചോറിൻ്റെ ആ ഒരു ഫീൽ കിട്ടും, പെട്ടെന്നൊന്നും വിശക്കൂലല്ലോ. പിന്നെ പണ്ടൊക്കെ കപ്പ എന്ന് പറയുന്നത് ഇതുപോലെ കിഴങ്ങ് കടുകിട്ടിട്ട് എടുക്കുന്നത് വൈകുന്നേരം ചായക്കൊക്കെ, അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി ഇത് തന്നെയാണ് ഭയങ്കര ടേസ്റ്റ്. അതിനെക്കാട്ടിലും ടേസ്റ്റ് ഇതാണെന്ന് പറയാം. അപ്പോൾ ചിക്കൻ കുറച്ച് ഓൾറെഡി പൊരിച്ചിട്ടൊരു കക്കയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിലുണ്ടായിരുന്നു തലേന്നത്തത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റ് വരാൻ ബീഫായിരിക്കും. പിന്നെ വേവിച്ച കപ്പയും കൂടെ ഇട്ടങ്ങ് മിക്സാക്കാം. അപ്പം നന്നായിട്ട് വെന്തിട്ട് കുറച്ചൊന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു മസാലയൊക്കെ ഈ കപ്പയിൽ പിടിക്കുമ്പം തിന്നാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അതുപോലെ തന്നെ പച്ച ഉള്ളിയും അങ്ങനെ അങ്ങ് മുകളിൽ വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ്. പുറത്തുനിന്ന് നമ്മുടെ തട്ടുകടയിൽ നിന്ന്, ഈ കണ്ണൂരൊക്കെ പോകുമ്പം ആ സൈഡിലൊക്കെ ഉള്ള തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന കപ്പ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം അങ്ങോട്ടൊന്നും പോകാനേ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടവും. അപ്പം എന്താ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ എല്ലാവർക്കും കൂടി ഒരു പ്ലേറ്റിൽ തന്നെയാണ് എടുത്തത്. കുറച്ചൊരു കട്ടൻ ചായയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചൂടോട് കൂടിയിട്ടുള്ള കപ്പ ബിരിയാണിയും അടിപൊളിയാണത്. അങ്ങനെ പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ വെറുതെ ഇരുന്നു. കുറേ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ചായയും കാര്യമായിട്ടുണ്ടായിട്ടില്ല. കാരണം ഈ കപ്പ ബിരിയാണിയും കട്ടൻ ചായയും കഴിച്ചപ്പോൾ തന്നെ അത് ഫില്ലായി. ഒരു 3 മണിയൊക്കെ ആയിരുന്നു. പിന്നെന്തായാലും രാത്രിക്ക് തന്നെ ആസ്തൻ്റെ പണി പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തു. മഗ്‌രിബാകുമ്പോഴേക്കും ആ പണിയൊക്കെ അവിടെ കഴിയും. അപ്പോൾ വാട്ടിപ്പത്തിൽ ഇതാ ഫൈനലായി ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ കുറേ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് വാട്ടിപ്പത്തലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുകയും കാണിക്കുകയും ചെയ്യുന്നില്ല.
പിന്നെ വാട്ടിപ്പത്തലിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കിയത്. നമ്മളിവിടെ ഇഷ്ട് എന്നാണ് പറയുക. ഇഷ്ട്, ചിക്കൻ ഇഷ്ട്, ബീഫ് ഇഷ്ട് അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പം ചിക്കൻ സ്റ്റൂവിൻ്റെയൊക്കെ ഓൾറെഡി റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ബീഫോ ചിക്കനായാലും ആദ്യം അതങ്ങ് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാവും. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് നന്നായി വഴറ്റിയിട്ട് ചിക്കൻ ഇട്ടങ്ങ് വേവിച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളകും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കാൻ. കളറില്ലാത്ത വൈറ്റ് കളറിലുള്ളതായതുകൊണ്ട് മുളക് പൊടിയൊന്നും ചേർക്കൂല. അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവ് കിട്ടാൻ പച്ചമുളകോ കുരുമുളക് പൊടിയോ ഒക്കെയാണ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളത്തിന് പകരം രണ്ടാം പാൽ എടുത്തിട്ട് അതിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും. ഒന്നാം പാലല്ല, രണ്ടാം പാലിൽ വേവിക്കണം. ഒന്നാം പാലിട്ട് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഞാൻ ഇനി തേങ്ങ അരച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വേവാനായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിലിനങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ നമ്മൾ തേങ്ങ പാലിനെടുക്കുന്ന അത്രയും തേങ്ങ വേണ്ട, അതിൻ്റെ പകുതി തേങ്ങ മതിയാവും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും പാലിൽ കുതിർത്ത് വെച്ച കുറച്ച് കാഷ്യൂവും ബദാമും ഉണ്ട്, അതും കൂടെ ഇട്ട് മിക്സാക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഗീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത പച്ചമുളകാണ്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇഷ്ടത്തിന് ഇങ്ങനെയുള്ള പച്ചമുളകിൻ്റെ ആ ഒരു മൂപ്പിച്ചിട്ടുള്ള ടേസ്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പം കീറിയിട്ട് കൊടുത്തിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ലാസ്റ്റ് സ്റ്റൂവിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെയുള്ള സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പം ലാസ്റ്റ് തൂയിച്ച് ഒഴിക്കാൻ വെളിച്ചെണ്ണനെക്കാട്ടിലും ഗീ ആയിരിക്കും കൂടുതലും ടേസ്റ്റ്. അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഗീയിൽ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൂവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആ തേങ്ങൻ്റെ അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ തേങ്ങ അരച്ചെടുക്കണം, എന്നാലേ അതിന് ആ ഒരു തിക്നെസ്സൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഗ്രേവി എത്ര വേണോ അതിന് കണക്കായിട്ട് ലൂസാക്കി എടുക്കാം. പിന്നെ അതങ്ങ് തിക്കായിക്കോളും. ചൂടാവുന്നതിനനുസരിച്ചിട്ട് അവിടെ ഇരുന്ന് വരുന്നേരം കുറച്ച് തിക്കായിക്കോളും. നന്നായി മിക്സാക്കിയിട്ട് പിന്നെ അധികം തിളപ്പിക്കണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നെയ്യിൽ മൂപ്പിച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലേക്ക് അരിഞ്ഞങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും മുകളിലങ്ങ് വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റൂ സൂപ്പർ ടേസ്റ്റായി. അപ്പോൾ ഉള്ളിത്തണ്ടിൻ്റെത് അപ്പോൾ ഉള്ളി ഇങ്ങനെ മുളപ്പിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടേ ആയിട്ടുള്ളൂ. അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. നെയ്യിൽ മൂപ്പിച്ചെടുത്ത ആ പച്ചമുളകിൻ്റെ ആ ഒരു മൂത്ത മണമൊക്കെ ഉണ്ടല്ലോ, അത് ഈ ഒരു കറിയിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ചെറിയ എന്താ പറയുക, ഏറ്റവും ലേസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ഭയങ്കര മടിയുമായിരിക്കും ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലുള്ള ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇന്ന് കാണിച്ച റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയവരാണെങ്കിൽ ജസ്റ്റ് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ കമൻറ്റിൽ. അപ്പം പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈ മീൻസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.